HDPY KPM ഹൈസ്കൂളിലെ ഹൈബിയുടെ MP അനുവദിച്ചു നൽകിയ സ്കൂൾ ബസ് ഫ്ലാഗ് ഓഫ് ചെയ്തു. തുടർന്ന് നടന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹസീന അബ്ദുൽ സലാം അധ്യക്ഷത വഹിച്ചു. MP-യുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച 20 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് സ്കൂളിന് പുതിയ ബസ് വാങ്ങി നൽകിയത്. തുടർന്ന് ഫ്ലാഗ് ഓഫ് ചെയ്ത ബസ്സിൽ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും കയറ്റി MP ആദ്യത്തെ ബസ് യാത്ര നടത്തി. പ്രധാനാധ്യാപിക C. രത്നകല, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് LC ജോർജ്, ജില്ലാ പഞ്ചായത്ത് അംഗം KG ഡോണോ മാസ്റ്റർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PN തങ്കരാജ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VK ഇക്ബാൽ, വാർഡ് മെമ്പർ KJ ആൽബി, PTA പ്രസിഡന്റ് K. അബ്ദുൾ റസാഖ് എന്നിവർ പ്രസംഗിച്ചു. അദ്ദേഹത്തിന് ഏൽപ്പിച്ചിട്ടുള്ള ജോലി എന്താണ്, ഏതൊരു കടമയാണ് അദ്ദേഹം ചെയ്യേണ്ടത്, അതിൽ കൃത്യമായ ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് തന്നെയാണ് അദ്ദേഹം ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയത്. അതുകൊണ്ട് തന്നെയാണ് ഒരു പ്രാവശ്യം അദ്ദേഹം നമുക്കറിയാം MLA ആയിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ എറണാകുളം ജില്ലയെ പ്രതിനിധീകരിച്ചുകൊണ്ട് MP ആയി വീണ്ടും ജനങ്ങൾ അദ്ദേഹത്തെ ഹൃദയത്തിലേക്ക് എടുത്തുകൊണ്ട് തന്നെ നിന്ന സ്ഥാനാർത്ഥിയെ പോലും അവർ നേടിയെടുത്ത വോട്ടിനേക്കാളെല്ലാം അപ്പുറം വോട്ടുകൾ നേടിക്കൊണ്ടാണ് അദ്ദേഹം വീണ്ടും നമ്മുടെ എറണാകുളം ജില്ലയെ പ്രതിനിധീകരിക്കുന്ന MP ആയി മാറിയത്. അതായിരിക്കണം ഒരു ജനപ്രതിനിധി. എന്താണോ അദ്ദേഹത്തെ ഏൽപ്പിച്ചിട്ടുള്ളത്, ആ ഏൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ തന്നെ മറ്റുള്ള കാര്യങ്ങളിലൊന്നും ശ്രദ്ധ ചെലുത്താതെ അദ്ദേഹത്തിന് ഏൽപ്പിച്ച ജോലി അദ്ദേഹം കൃത്യമായി നടത്തിക്കൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇനിയും കേന്ദ്രമന്ത്രിയാകാൻ ഏറ്റവും ഉയരങ്ങളിലേക്ക് എത്തുവാൻ അദ്ദേഹത്തിന്റെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു, നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഞാൻ ഈ സ്കൂളിലെ MP ലാൻഡ്സ് ഫണ്ട് ഉപയോഗിച്ച് 20 ലക്ഷം രൂപ ചെലവഴിച്ച് ഇവിടുത്തെ സാധാരണക്കാരായ കുട്ടികൾക്ക് ഒരു യാത്രാ സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ സ്കൂൾ ബസിന്റെ ഔദ്യോഗികമായ കൈമാറ്റ ചടങ്ങിൽ സംബന്ധിക്കുന്നു. ഞാൻ 2019 MP ആയതിനു ശേഷം ആദ്യം ഈ സ്കൂളിലേക്ക് വരുന്നത് ശ്രീ VK ഇക്ബാലും പഞ്ചായത്ത് പ്രസിഡന്റും ഞങ്ങളുടെ സഹപ്രവർത്തകരായ പാർട്ടിയുടെ നേതാക്കന്മാരുമായിട്ട് വന്നത് ഇവിടെ കടല് കയറി ഈ സ്കൂൾ ഒരു ക്യാമ്പായിട്ട് പ്രവർത്തിക്കുമ്പോഴാണ്. അന്ന് ഈ സ്കൂളായിരുന്നു പുതിയ കെട്ടിടത്തിൽ ഇവർക്കൊരാശ്രയമായി. ആഴ്ചകളോളം കടല് വീടുകളിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് വരെ ഇവിടെ അണിയിൽ കടപ്പുറത്തെ ആളുകളടക്കം ഇവിടെ താമസിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പിന്നീട് പല പരിപാടികൾക്കും ഇവിടെ വരാൻ സാധിച്ചെങ്കിലും ഏറ്റവും ആദ്യം ബസ് വേണമെന്നൊരു ആവശ്യം ഉന്നയിച്ച സ്കൂളുകളിൽ ഒന്നായിരുന്നു SDPY KPMHS സ്കൂൾ. പക്ഷേ യഥാർത്ഥത്തിൽ പള്ളുരുത്തി SDPY സ്കൂളിന്റെ അനുബന്ധമായി പ്രവർത്തിക്കുന്ന ഒരു സ്കൂളാണ് ഇതെന്ന് എനിക്ക് അറിയില്ല. ഞാൻ ശ്രീ അറക്കത്തല സന്തോഷ് SNDP യോഗത്തിന്റെ അവിടുത്തെ പ്രസിഡന്റ്, കൊച്ചി താലൂക്ക് പ്രസിഡന്റുമായി ഏറെ അടുപ്പമുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ ട്രസ്റ്റായി പ്രവർത്തിക്കുന്ന ആ സ്കൂള്, ട്രസ്റ്റ് ആയി പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് ഞങ്ങൾക്ക് ഫണ്ട് കൊടുക്കാൻ സാധിക്കും. അങ്ങനെ +2 ബ്ലോക്കിന് വേണ്ടി 30 ലക്ഷം രൂപ പള്ളുരുത്തി SDPY സ്കൂളിന് അനുവദിക്കുകയും അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സന്തോഷ വാർത്തയും ഞാൻ നിങ്ങളോട് ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ
അദ്ദേഹം എന്നും എപ്പോഴും നമ്മോടൊപ്പമുണ്ട്. അദ്ദേഹത്തെയും ഏറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. സദസ്സിലുള്ള PTA പ്രസിഡന്റ് ശ്രീ അബ്ദുൾ റസാഖ്, അദ്ദേഹവും നമ്മുടെ ഒരാളാണ്. ഔപചാരികതയുടെ പേരിൽ അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ ഇക്ബാൽ അവരുടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഏറെ സഹകരിക്കുന്ന ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് PM തങ്കരാജിനെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ വാർഡ് മെമ്പർ ശ്രീ KG RD, അദ്ദേഹം എന്നും എപ്പോഴും നമ്മോടൊപ്പമുണ്ട്. അദ്ദേഹത്തെയും ഏറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. സദസ്സിലുള്ള PTA പ്രസിഡന്റ് ശ്രീ അബ്ദുൾ റസാഖ്, അദ്ദേഹവും നമ്മുടെ ഒരാളാണ്. ഔപചാരികതയുടെ പേരിൽ അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു. മീനത്തിൽ താലികെട്ട് എന്ന് പറയുന്ന സിനിമ എല്ലാവരും കടക്കാം. ദിലീപിന് പറ്റുന്ന അർത്ഥം അറിയാലോ, അറിയാം. അതുപോലെ ഞാൻ ഈ മുറ്റത്ത് നിൽക്കുകയായിരുന്നു. അവിടുന്ന് 2 സാറന്മാര് വന്ന് വിളിച്ച് എന്നെ ഇവിടെ കൊണ്ട് നിർത്തിയാണ്. എനിക്കറിയാൻ മേലായിരുന്നു. പക്ഷെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ എന്ന നിലയിൽ എന്റെ ജൂറിസ്ഡിക്ഷനിൽ പെട്ടതാണ് ഈ സ്കൂൾ എന്നത്. നമ്മളിപ്പോൾ ബന്ധപ്പെടാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടില്ല. കാരണം ഈ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ പഞ്ചായത്ത് ആയിട്ട് ബന്ധപ്പെടാം, പക്ഷെ ഒരു സഹായവും ചെയ്യാൻ പാടില്ല. അപ്പൊ അതുകൊണ്ടിട്ട് ഞാൻ ഒരുപാട് സഹായം ചെയ്യുന്ന ആളാണ്. ഇവിടെ മെമ്പർമാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് മതിയായി. അപ്പൊ ഈ വിദ്യാലയത്തിന് അങ്ങനെ ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ തമ്മിലൊരു പരിചയക്കുറവുണ്ട്. അധ്യാപകർക്ക് മനസ്സിലായി. അങ്ങനെ എന്നെ എന്ന് വിളിച്ചു. അവർ ക്ഷമ പറയാൻ പോയപ്പോൾ ഞാൻ ക്ഷമ പറയരുതെന്ന് പറഞ്ഞു. ക്ഷമയോട് ഒട്ടും യോജിപ്പില്ലാത്ത ഒരാളാണ് ഞാൻ. അപ്പൊ അതുകൊണ്ടിട്ട് കിട്ടിയ അവസരം ഉപയോഗിക്കുന്നതുമാണ്. മീനത്തിൽ താലികെട്ട് എന്ന് പറയുന്ന സിനിമ എല്ലാവരും കടക്കാം. ദിലീപിന് പറ്റുന്ന അർത്ഥം അറിയാലോ, അറിയാം. അതുപോലെ ഞാൻ ഈ മുറ്റത്ത് നിൽക്കുകയായിരുന്നു. അവിടുന്ന് 2 സാറന്മാര് വന്ന് വിളിച്ച് എന്നെ ഇവിടെ കൊണ്ട് നിർത്തിയാണ്. എനിക്കറിയാൻ മേലായിരുന്നു. പക്ഷെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ജില്ലാ പഞ്ചായത്ത് മെമ്പർ എന്ന നിലയിൽ എന്റെ ജൂറിസ്ഡിക്ഷനിൽ പെട്ടതാണ് ഈ സ്കൂൾ എന്നത്. നമ്മളിപ്പോൾ ബന്ധപ്പെടാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടില്ല. കാരണം ഈ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ പഞ്ചായത്ത് ആയിട്ട് ബന്ധപ്പെടാം, പക്ഷെ ഒരു സഹായവും ചെയ്യാൻ പാടില്ല. അപ്പൊ അതുകൊണ്ടിട്ട് ഞാൻ ഒരുപാട് സഹായം ചെയ്യുന്ന ആളാണ്. ഇവിടെ മെമ്പർമാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് മതിയായി. അപ്പൊ ഈ വിദ്യാലയത്തിന് അങ്ങനെ ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ തമ്മിലൊരു പരിചയക്കുറവുണ്ട്. അധ്യാപകർക്ക് മനസ്സിലായി. അങ്ങനെ എന്നെ എന്ന് വിളിച്ചു. അവർ ക്ഷമ പറയാൻ പോയപ്പോൾ ഞാൻ ക്ഷമ പറയരുതെന്ന് പറഞ്ഞു. ക്ഷമയോട് ഒട്ടും യോജിപ്പില്ലാത്ത ഒരാളാണ് ഞാൻ. അപ്പൊ അതുകൊണ്ടിട്ട് കിട്ടിയ അവസരം ഉപയോഗിക്കുന്നതുമാണ്. സന്തോഷം നിറഞ്ഞൊരു ദിവസം നമ്മുടെ MP നമുക്കായി ഒരു ബസ് തന്നിരിക്കുകയാണ് സ്വന്തമായിട്ട്. വളരെയധികം ദുരന്തങ്ങൾ അനുഭവിച്ച് കഴിഞ്ഞതേ ഉള്ളൂ. നമ്മുടെ ഈ ഇടവനക്കാട് മേഖലയുള്ളവരൊക്കെ പ്രകൃതിയിലെ കുറേ ദുരന്തങ്ങൾ അനുഭവിച്ച് സങ്കടപ്പെട്ടിരിക്കുന്ന ഒരു അവസരത്തിലാണ് പ്രിയപ്പെട്ട MP നമുക്കായി ഇങ്ങനെ ഒരു ബസ് സർവീസ് സഹായം നമുക്കായി തന്നിരിക്കുന്നത്. കുട്ടികളെ കുറിച്ച് കൂടുതലായി കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു MP. അതുകൊണ്ട് തന്നെയാണ് എല്ലാ ജനങ്ങളും അദ്ദേഹത്തെ ഹൃദയത്തിൽ ഏറ്റുന്നത് പോലെ തന്നെ അദ്ദേഹവും ആരോഗ്യപരമായ രംഗത്തായാലും അതുപോലെ തന്നെ വിദ്യാഭ്യാസപരമായ രംഗത്തായാലും എല്ലാ വിദ്യാലയങ്ങൾക്കും വേണ്ടി എന്തെല്ലാം ആവശ്യമുണ്ടോ അതൊക്കെ തന്നാലാകാവുന്ന വിധത്തിലും കൂടാതെ CSR ഫണ്ടും ഒക്കെ ശേഖരിച്ചുകൊണ്ട് ഓരോ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും സഹായിച്ചു വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ചെയ്തിരിക്കുന്ന എല്ലാ വിദ്യാലയങ്ങളിലെയും ആ പണ്ട് പ്രധാന അധ്യാപകരായിരുന്നെങ്കിൽ അധ്യാപകരും അധ്യാപികമാരും ഒക്കെ ആഗ്രഹിക്കുന്ന ഒരു സംഗതിയാണ് സ്കൂളില് വണ്ടി. സ്വന്തം കയ്യിൽ നിന്ന് കാശെടുത്തിട്ടാണ് പെട്രോൾ അടിക്കുന്നതൊക്കെ. കാരണം ഇതൊക്കെ ചെയ്തിട്ട് പോകുന്ന ഒരാളാണ് ഞാൻ, റിട്ടയർഡ് മാസ്റ്റർ. അപ്പോ ഇതിന്റെ ബുദ്ധിമുട്ട് എനിക്കറിയാം. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ ഇപ്പോ എല്ലാ സ്ഥലങ്ങളിലും ഏതെല്ലാം രീതിയിലുള്ള നമ്മുടെ ജീവിത അന്തരീക്ഷം, പഠനാന്തരീക്ഷം, മറ്റു രീതിയിലുള്ള അന്തരീക്ഷമൊക്കെ മെച്ചപ്പെടുത്താൻ സാധിക്കും.
സാധിക്കുമോ അതെല്ലാം ഒരു MP എന്ന നിലയിൽ അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുകയാണ്.